തിരുവനന്തപുരത്ത് ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ അഡ്വക്കേറ്റ് ബേലൻദാസിനെതിരെ ബാർ കൌൺസിൽ നടപടി. ബേലൻദാസിന് വിലക്ക് ഏർപ്പെടുത്തി. എസ് രാഗിൻ കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, ക്രൂരകൃത്യമായിരുന്നു, പലവിധത്തിൽ വിമർശനങ്ങൾ ഉയർന്നുണ്ട്. ഇപ്പോൾ ബാർ കൌൺസിൽ എന്ത് നടപടിയിലേക്കാണ് പോകുന്നത്? ശരി, ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. അതിന് സർക്കാരിനോട് അഭ്യർത്ഥിക്കും. അല്ല, എന്തായാലും ബാർ കൗൺസിലിലേക്ക് ആക്സസ് ഉണ്ട്. അല്ല, ബാർ അസോസിയേഷൻ ആക്സസ് ഉണ്ട്. അവർക്ക് കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്. അത് കിട്ടിയ ഇത്ര നാൾ കിട്ടിയ കംപ്ലൈന്റുകളെല്ലാം ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അത് ഓരോ ഓഫീസും ഓരോ ആളുടെ ഹെഡല്ലേ. ഓരോ ഓഫീസിൽ ഒരു സീനിയറും 2 ജൂനിയറുമാണ്. അവിടെ ഈ കൺസെപ്റ്റ് എങ്ങനെയുണ്ടെന്ന് അത് ഈ നിങ്ങൾ ഈ പറയണ ആ ഇതിന്റെ അകത്തേക്ക് ഫ്രെയിമിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതല്ലോ. നടപടികളുണ്ടാവും. നിലവിൽ ഇതിനെ എന്ത് ചട്ടങ്ങൾ കൊണ്ടുവരാൻ പറ്റും, സർക്കാരുമായി ആലോചിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ചട്ടങ്ങൾ ആവശ്യമാണെങ്കിൽ ഉണ്ടാക്കും. അക്കാര്യത്തിൽ തർക്കമല്ല. ഞങ്ങളാരും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല. പിന്നെ അത് നിയമപരമായ നടപടികൾ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവർക്ക് എല്ലാ സർവ്വ സ്വാതന്ത്ര്യമുണ്ട്. അത് സാർ പറഞ്ഞല്ലോ, KP സാർ പറഞ്ഞല്ലോ, അത്തരത്തിൽ ഒരു നടപടിയും ഒരു അഭിഭാഷകന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പോലീസിന് സ്വതന്ത്രമായി അന്വേഷണം നടത്താം. സർക്കാർ അതിന് 100% തയ്യാറാണ്. അഭിഭാഷകനെതിരെ നടപടി വന്നിരിക്കുകയാണ്. ബാർ കൌൺസിൽ ഭാരവാഹികൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എന്തായാലും നടപടി വന്നിട്ടുണ്ട്. അത്രത്തോളം ക്രൂരമായിട്ടായിരുന്നു ആ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ചത്. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബിനിൽ, ഇപ്പോൾ അഡ്വക്കേറ്റ് ബേലൻദാസിനെതിരെ ബാർ കൌൺസിൽ നടപടിയും വന്നിട്ടുണ്ട്. എന്താണ് അറിയുന്നത്? യഥാർത്ഥ വസ്തുതകൾ പരിശോധിച്ച് അവർ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പൂജ, പ്രതീക്ഷിച്ചൊരു നടപടിയാണ് ഇപ്പോൾ ബാർ കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ശക്തമായ നടപടിയിലേക്ക് പോകുന്നുവെന്ന സൂചനകൾ ലഭ്യമായിരുന്നു. ആദ്യഘട്ടത്തിൽ ഷോക്കോസ് നോട്ടീസ് നൽകി മറുപടി ലഭിച്ച ശേഷം നടപടിയിലേക്ക് പോകുക, അതായിരുന്നു ആലോചിച്ചിരുന്നത്. പക്ഷേ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അടക്കം ഇതിൽ ഇടപെട്ടു. പ്രത്യേകിച്ച് ആ അഭിഭാഷകയുടെ ചിത്രങ്ങളടക്കം പുറത്തേക്ക് വന്നപ്പോൾ അത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ കർശനമായൊരു നടപടിയിലേക്ക് പോകുക എന്ന ചിന്ത ബാർ കൗൺസിൽ അംഗങ്ങൾക്കിടയിലുണ്ടായി. അതുകൊണ്ടാണ് സസ്പെൻഷൻ എന്ന പ്രയോഗത്തിലേക്ക് പോയില്ല എങ്കിൽ പോലും വിലക്ക് വന്നിരിക്കുന്നത്. കാരണം സസ്പെൻഷൻ എന്നതിലേക്ക് പോകുമ്പോൾ പല നിയമപരമായ പ്രശ്നങ്ങളും ഉണ്ടാകും. അതുകൊണ്ടാണ് താൽക്കാലികമായ വിലക്ക് ഇപ്പോൾ ഈ അഭിഭാഷകരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇയാളുടെ മറുപടി കിട്ടിയ ശേഷം തുടർ നടപടികൾ ഉണ്ടാകും. എന്തായാലും അഭിഭാഷക വൃത്തിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പോലുള്ള കടുത്ത നടപടികളിലേക്ക് തന്നെ കാര്യങ്ങൾ പോകും. ദീർഘകാലമായിട്ടുള്ള വിലക്കടക്കമുള്ള നടപടികൾ ഉണ്ടാകാം. അല്ലെങ്കിൽ ഈ സന്നദ്ധ തന്നെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിലേക്ക് പോകാം. അത്തരത്തിൽ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം സംസ്ഥാന സർക്കാരിന്റെ കൂടി ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. കാരണം ഇത് ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമല്ല എന്നത് നേരത്തെ തന്നെ ഈ ബാർ കൗൺസിൽ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ശക്തമായ നിലപാടിപ്പോൾ ബാർ കൗൺസിലിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. ഒരു അഭിഭാഷകനെതിരെ ഇത്തരത്തിൽ നടപടിയെടുക്കാൻ ശക്തിയുള്ളതും കരുത്തുള്ളതുമായിട്ടുള്ള സംവിധാനം എന്നത് ഈ ബാർ കൗൺസിൽ മാത്രമാണ്. മറ്റ് ഒരു സംവിധാനങ്ങൾക്കും ഈ അഭിഭാഷക വൃത്തിയിൽ നിന്നൊരാളെ മാറ്റി നിർത്താനോ അത്തരത്തിലൊരു നടപടിയിലേക്കോ പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ബാർ കൗൺസിലിന്റെ തീരുമാനമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ അഭിഭാഷകയെ കണ്ട ശേഷം നിയമമന്ത്രി P. രാജീവ് തന്നെ ഇതിൽ ബാർ കൗൺസിലിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടത്. ആ ഇടപെടലിലേക്ക് ഇപ്പോൾ സംസ്ഥാന ബാർ കൗൺസിൽ പോയിരിക്കുന്നു. ബേലൻദാസിനെ താൽക്കാലികമായി വിലക്കുന്നു. അതായത് ഇനി പ്രാക്ടീസിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അതിനുശേഷം കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയാണ്. കാരണം കാണിക്കൽ നോട്ടീസിന്റെ മറുപടി കിട്ടിയ ശേഷം ബേലൻദാസിനെതിരെ കൂടുതൽ നടപടി വരും. ഈ വിലക്കിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിപ്പോൾ വിലക്ക് എന്ന് പറയുമ്പോൾ താൽക്കാലിക വിലക്കാണ്. ഇനി നോട്ടീസ് നൽകും. അതിന്റെ മറുപടി ബേലിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഒരു കാലയളവ് എത്രത്തോളമാണ്? എങ്ങനെയാണ് ഇതിന്റെ ചട്ടങ്ങളൊക്കെ? ഇപ്പോൾ മറുപടി നൽകുന്നു എന്ന് പറയുമ്പോൾ ഇത്ര ദിവസത്തിനകം മറുപടി നൽകിയിരിക്കണം എന്നുള്ള രീതിയിലാണോ ഇവരുടെ ഓരോ നിയമങ്ങളും പോകുന്നത്?
പൂജ സമയബന്ധിതമായിട്ടുള്ള ഒരു നോട്ടീസ് തന്നെയായിരിക്കും നൽകുന്നത്. അതായത് നിശ്ചിത ദിവസത്തിനകം ആ മറുപടി ലഭ്യമാക്കണമെന്നായിരിക്കും ആവശ്യപ്പെടുക. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഒരാഴ്ചത്തെ ഒരു സമയമായിരിക്കും അനുവദിക്കാൻ സാധ്യതയുള്ളത്. ആ ഒരാഴ്ചക്കകം ഷോക്കോസ് നോട്ടീസിന് മറുപടി നൽകേണ്ടി വരും. ആ മറുപടി ലഭിച്ച ശേഷം ആ ബാർ കൗൺസിൽ അംഗങ്ങൾക്ക് ആ മറുപടി എല്ലാവർക്കും വിതരണം ചെയ്യും. അതിനുശേഷം ബാർ കൗൺസിലിന്റെ യോഗം വീണ്ടും ചേരും. ആ യോഗത്തിലായിരിക്കും തുടർ നടപടികൾ തീരുമാനിക്കുക. എന്തായാലും സന്നദ്ധ റദ്ദാക്കുന്നത് പോലുള്ള കടുത്ത നടപടിയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടില്ല എന്നതാണ് ബാർ കൗൺസിലിലെ ഭൂരിപക്ഷ അഭിപ്രായമായിട്ട് വന്നത്. ഏതാണ്ട് എല്ലാവരും തന്നെ ആ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ സംഭവം വാർത്തയായതിന് പിന്നാലെ ബാർ കൗൺസിലിന്റെ തിരുവനന്തപുരത്തു നിന്നുള്ള 2 അംഗങ്ങളെ അന്വേഷണ കമ്മീഷണറായി നിയമിച്ചിരുന്നു. അവരുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷമാണ് ഇപ്പോൾ ബേലിൻദാസിനെ താൽക്കാലികമായി വിലക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. മുൻപെങ്ങുമില്ലാത്തൊരു നടപടിയെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു സംഭവം ഒരു വനിതാ അഭിഭാഷകയ്ക്കെതിരെ, അതായത് സ്വന്തം ഓഫീസിൽ തന്നെ ജോലി ചെയ്തിരുന്ന ഒരു അഭിഭാഷക ഇത്ര ക്രൂരമായി ഒരു സീനിയർ അഭിഭാഷകൻ മർദ്ദിക്കുക, അതിനുശേഷം ഈ യുവ അഭിഭാഷക തന്നെയാണ് ബാർ കൗൺസിലിനെ സമീപിച്ച പരാതി നൽകിയത്. അവർ ആ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിൽ അവർ വ്യക്തമാക്കിയിരുന്നു, ഈ അഭിഭാഷകന് നിയമപരമായിട്ടുള്ള നടപടികൾക്കൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ കോട്ടഴിപ്പിച്ചു വയ്ക്കുന്നത് പോലുള്ള നടപടികളിലേക്ക് പോകണം, അതിനുവേണ്ടിയാണ് താൻ മുന്നോട്ട് പോകുന്നതെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംസ്ഥാന ബാർ കൗൺസിൽ കടുത്ത നിലപാടിലേക്ക് പോയിരിക്കുന്നു. താൽക്കാലികമായി വിലക്ക് വന്നിരിക്കുന്നു. അതിന് പിന്നാലെ ഈ ബാർ കൗൺസിൽ ഇവിടെ ഈ ബാർ അസോസിയേഷന്റെ നടപടിയുമായി ബന്ധപ്പെട്ട്, കാരണം അതിരൂക്ഷ വിമർശനം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കസ്റ്റഡി എടുക്കാൻ പോലീസ് എത്തിയപ്പോൾ തടഞ്ഞു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് രൂക്ഷമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ബാർ കൗൺസിൽ ലോകത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ചയുണ്ടായിരുന്നു. ഈ ബാർ അസോസിയേഷന്റെ നടപടിക്കെതിരെ എന്താണ് അവർ പറയുന്നത്? ബാർ അസോസിയേഷന്റെ നടപടിയുടെ കാര്യത്തിൽ അത് ഈ കൗൺസിലിന്റെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നത് കാര്യം നമുക്കിപ്പോൾ വ്യക്തമായിട്ടില്ല. എന്തായാലും ആ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരാനിരിക്കുന്നു. അത് പോലീസ് എടുക്കേണ്ട നടപടിയാണ്. കാരണം പോലീസിന്റെ നീക്കങ്ങളെ ഒരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും വ്യക്തി പോലീസിന്റെ നീക്കങ്ങളെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കേണ്ടത് പോലീസ് തന്നെയാണ്. അതാണ് നിയമമന്ത്രി പി രാജീവ് നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. പോലീസിന് അതിന് നടപടിയെടുക്കാനുള്ള വ്യവസ്ഥയുണ്ട്. അത് ക്രിമിനൽ കുറ്റമാണ്. ആ ക്രിമിനൽ കുറ്റത്തിൽ നടപടിയെടുക്കേണ്ടത് പോലീസാണ്. ഇവിടെ ഈ അഭിഭാഷക വൃത്തിയുമായി ബന്ധപ്പെട്ട പ്രാക്ടീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് കേരള ബാർ കൗൺസിലിന് ഇടപെടാൻ കഴിയുക. അതിലാണ് ഇപ്പോൾ ബേലിൻദാസിനെതിരെ നടപടി വന്നിരിക്കുന്നത്. ഈ വിഷയം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മുന്നിലേക്ക് കൂടി എത്തി. അതുകൊണ്ട് അവിടെ നിന്നുള്ള ഇടപെടൽ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി ബിനിൽ, എന്തായാലും ജൂനിയർ അഭിഭാഷകയെ അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ അഡ്വക്കേറ്റ് ബേലിൻദാസിന് ബാർ കൗൺസിൽ നടപടി വന്നിരിക്കുകയാണ്. ബേലിൻദാസിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ബിനിൽ നമ്മളോട് സംസാരിച്ചത്.